ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് ഒരുപാട് ബിസിനസ് ഇപ്പോൾ കോച്ച് സ്കെയിലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബിസിനസ് ഓണേഴ്സുമായിട്ട് കണക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു ബിസിനസ് കാണുമ്പോൾ ഈ ബിസിനസ് സ്ട്രഗിൾ ചെയ്യും അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ പോയാൽ ഉടനെ ഇത് സ്ട്രഗിൾ ചെയ്യും എന്ന് കോച്ച് നോട്ടീസ് ചെയ്യുന്ന സിഗ്നൽസ് എന്തൊക്കെയായിരിക്കും? നല്ല ക്വസ്റ്റ്യനാ ലിയോ ചോദിച്ചത്. അതായത് നമ്മളൊരു ഈ അസസ്മെന്റിലൂടെ പോകുന്ന സമയത്ത് 1-to-1 അസസ്മെന്റ് പോയ സമയത്ത് മിക്കവാറും ബിസിനസ് ഓണേഴ്സിന്റെ ചില പാറ്റേൺ ഉണ്ട്. നമുക്ക് പാറ്റേൺസ് കണ്ടാൽ അറിയാം ഇത് സ്ട്രഗിളിങ് തുടരുന്നുള്ളത്. അതർവൈസ് ദേ നീഡ് ടു ടേക്ക് ആൻ ആക്ഷൻ. അപ്പോൾ ഒന്ന് മിക്കവാറും കേസിൽ ഉണ്ടാവുമെന്ന് പറയുന്നത് ബിസിനസ് ഓണേഴ്സിന് കൃത്യമായിട്ട് റോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല. അദ്ദേഹം ആസ് എ ബിസിനസ് ഓണർ, അദ്ദേഹമാണ് ഓർഗനൈസേഷൻ ലീഡർ എന്ന് പറയുന്നത്. ആള് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ആൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. പലപ്പോഴും ഒരു 10,000 രൂപയ്ക്ക് ശമ്പളം കൊടുത്താൽ ഒരു സ്റ്റാഫിനെ വെച്ച് ചെയ്യേണ്ട പണിയായിരിക്കും ആൾ ചെയ്യുന്നത്. സ്റ്റിൽ ആൾ ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ റോൾ ക്ലാരിറ്റി, ബിസിനസ്സിനെ പ്രോപ്പറായിട്ട് സ്ട്രീംലൈൻ ചെയ്യാൻ, സ്കെയിൽ ചെയ്യാൻ ആസ് എ ബിസിനസ് ഓണർ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ക്ലാരിറ്റി ഇല്ലാതെ ബിസിനസ്സിനെ കൊണ്ടുപോകുന്ന ആളുകൾ തീർച്ചയായിട്ടും അതൊരു സ്ട്രഗിൾ സ്റ്റേജ് തന്നെ തുടരും. രണ്ടാമത്തെ ഒരു പാറ്റേൺ എപ്പോഴും കാണാറുള്ളതെന്ന് പറഞ്ഞാൽ ഈ റെഫറൻസിനൊക്കെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ബിസിനസ് ഉണ്ട്. അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് മാർക്കറ്റിംഗിന് ആവശ്യമില്ല, ഓൾറെഡി റെഫറൻസിന് ബിസിനസ് വരുന്നുണ്ടെന്നുള്ളതാണ്. അതായത് കൃത്യമായിട്ടും ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സെയിൽസിനെയും റവന്യൂവിനെയും ആ പ്ലാൻ ചെയ്ത ലെവലിലോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പൈപ്പ് ലൈൻ ക്ലിയർ ആയിരിക്കില്ല. ആ ലെവലിലേക്ക് ഒരു മാർക്കറ്റിങ്ങിലേക്ക് ഇൻവെസ്റ്റ് ആയിട്ടുണ്ടാവില്ല, അത്ര സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ല. പലപ്പോഴും ഈ റെഫറൻസിൽ മാത്രം പോകുന്ന ബിസിനസ്സുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പാറ്റേൺസ് എന്താവാറുണ്ട്, നമുക്ക് മനസ്സിലാവും ഓക്കെ ഇത് ഈ സ്ട്രഗ്ലിംഗ് സ്റ്റേജ് തുടർന്നേക്കാന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ വേണ്ടത് ബിസിനസ് ഓണർക്ക് കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം അവയർനെസ് ആണല്ലോ എല്ലാ മാറ്റത്തിൻ്റെയും തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ക്ലാരിറ്റി ഉണ്ടായിട്ട് അവിടെ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഏത് സ്ട്രഗിളിൽ നിന്നിട്ടും ബിസിനസ്സിന് അടുത്ത ലെവലിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഒരു ബിസിനസ് ഓണർ നിലവിൽ സ്ട്രഗിൾ ഉണ്ടെന്ന് വെച്ചിട്ട് എല്ലാ കാലം സ്ട്രഗിളിൽ തുടർന്ന് യാതൊരു നിർബന്ധമില്ല. ആസ് എ ബിസിനസ് ഓണർ ഞാൻ എൻ്റെ ആക്ഷൻ എടുക്കേണ്ടത്, എൻ്റെ ക്ലാരിറ്റി എവിടെയാണ് വേണ്ടത്, അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താവും അത്തരത്തിലുള്ള ബിസിനസ്സുകൾ സ്ട്രഗിളിൽ നിന്ന് മറികടന്നിട്ട് ഈ സ്ട്രഗിളിനെ മറികടന്നിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും.